I want to show you, some cases where even though there are godly men who come together, but there can be an ungodly soul tie. ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കട്ടെ. ഭക്തന്മാരായ ദൈവമനുഷ്യരായ ആളുകളായിരിക്കാം, പക്ഷെ അവർ തമ്മിൽ വരുമ്പോൾ ദൈവഹിതമല്ലാത്ത പ്രാണബന്ധങ്ങൾ അവർ തമ്മിലുണ്ടാകും. അതിനെ കുറിച്ചൊരു ഉദാഹരണം. Today we will just continue where we left last night. നമ്മൾ ഇന്നലെ രാത്രി നിർത്തിയിടത്ത് നിന്ന് നാം ഇന്ന് രാവിലെ സമയം ആരംഭിക്കുകയാണ്. So yesterday we were talking about soul ties. ഇന്നലെ നാം സംസാരിച്ചത് പ്രാണബന്ധനങ്ങളെ കുറിച്ചാണ്. So our soul is made up of 3 parts. നമ്മുടെ ഈ പ്രാണന് 3 കാര്യങ്ങളുണ്ട്. There are 3 parts to it. അതിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. Mind, ഒന്ന് മനസ്സ്, will, ഇച്ഛ, and emotion. വികാരങ്ങൾ. So these are the 3 parts in our soul. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ പ്രാണനിലുള്ളത്. 3 വിഭാഗങ്ങളുണ്ട്. So when I am having a soul tie with somebody, I can be tied in any one of these areas with somebody. അപ്പോൾ ഒരു വ്യക്തിയുമായി ആരെങ്കിലുമായിട്ട് എനിക്ക് പ്രാണബന്ധനം വന്നാൽ ഈ 3 മേഖലകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോമായിട്ട് ആണ് ഞാൻ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. So I may have a soul tie because of the way we think. ഒരു പക്ഷേ ഞങ്ങളുടെ ചിന്തകൾ ഒന്നാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ പ്രാണബന്ധനമുണ്ടാകാം. It could be because of the emotional similarity between us. മാത്രമല്ല ഞങ്ങളുടെ വികാരങ്ങൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ആ അടുപ്പം, ആ പ്രാണബന്ധനങ്ങൾ ഉണ്ടാകാം. For example, ഉദാഹരണത്തിന്, all your friends, you look at them, they will have similar emotional or thinking style as yourself. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നവരായിരിക്കും, നിങ്ങളുടെ അതേ വികാരങ്ങളുള്ളവരായിരിക്കും. Am I right? You look at all your friends, they always think like you. Anybody who thinks differently from you, you will not call them friends. നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കിക്കേ, നിങ്ങളെ പോലെ ചിന്തിക്കുന്നവരായിരിക്കും, നിങ്ങളെ പോലെ വികാരങ്ങളുള്ളവരായിരിക്കും. അതല്ലാത്തവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടത്തില്ല. And what you will find is, as God starts healing you, many of your friends who are currently your friends, they will find it very difficult to continue in that relationship with you. എന്നാൽ കർത്താവ് നമ്മളെ ഈ പ്രാണ മേഖലകളിൽ സൗഖ്യമാക്കി കഴിഞ്ഞാൽ ഇന്ന് ചങ്കായിട്ട് നിൽക്കുന്ന പലർക്കും നമ്മളോട് കൂടെ പോകാൻ അല്ലെങ്കിൽ കൂടെ സഹകരിക്കാൻ കഴിയാതെ വരും. For example, when you got saved, many of your friends actually stopped staying your friends. ഉദാഹരണത്തിന്, നാമൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പിന്നെ നമ്മളുമായിട്ട് സഹകരിക്കാൻ വന്നോ? അവർ വിട്ടിട്ട് പോയില്ലേ? How many of you have experienced that many of your friends are no longer your friends? അങ്ങനത്തെ അനുഭവങ്ങളുള്ളവരൊന്ന് കൈവക്കിക്കേ. നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല, ദേഷ്യമാണ്. Why? Because there is no emotional bonding with them. They are struggling to find an emotional hook in you. കാരണം എന്താണെന്നറിയാമോ? ആ വൈകാരിക ബന്ധം അറ്റുപോയതുകൊണ്ട് പിന്നെ നിങ്ങളോട് അടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അടുപ്പം അവർക്ക് തോന്നുന്നില്ല. It is you will find that as God starts emotionally healing you, you will find that many of your friends will drop away and God will bring you new friends at the level at which you are. നിങ്ങളെ വൈകാരികമായി ദൈവം സൗഖ്യമാക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ആ ബന്ധങ്ങളെല്ലാം മാറും. പക്ഷേ നിങ്ങളെ ദൈവം ഉയർന്ന അനുഭവത്തിന് ഒത്തുപോകുന്ന സൗഹൃദങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. And again, when you get more emotionally healed, God will bring new group of friends. നിങ്ങൾ പിന്നെയും വൈകാരികമായിട്ട് സൗഖ്യമാകുമ്പോൾ വീണ്ടും ഉന്നത തലങ്ങളിലെ സൗഹൃദ ബന്ധങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. It is not that you are stopping to be their friends. They will find it difficult to have a link with you emotionally. നിങ്ങൾ അവരുമായിട്ട് ഉള്ള ബന്ധം അല്ലെങ്കിൽ നാം അല്ല അത് അറുത്ത് കളയുന്നത്, പകരം അവർക്ക് നാമുമായിട്ട് തുടർന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ വികാരങ്ങളെല്ലാം മുറിക്കപ്പെടും. അവർക്ക് നമ്മളോട് അടുപ്പം തോന്നത്തില്ല. Not only that, as you get emotionally healed, you will find that your language will also change. Some of the things that you said in the past, you will no longer say those things. You will not agree with those things, and you will not like to sit around people who talk the same language. മാത്രമല്ല, നമ്മൾക്ക് ദൈവം നമ്മളെ സൗഖ്യമാക്കി കഴിയുമ്പോൾ നമ്മുടെ സംസാരിക്കുന്ന വിധം മാറും.
പിന്നെ ആ നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയില്ല, ഉപയോഗിച്ച വാക്കുകൾ പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവർക്കും അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നവർക്കും നാമുമായിട്ട് ഒത്തുപോകാൻ സാധിക്കത്തില്ല. Are you understanding? It's very important that you understand. This will start happening because the soul tie between you and them is starting to break. ഇതാണ് സംഭവിച്ചു തുടങ്ങുന്നത്. നിങ്ങൾക്കും അവർക്കും തമ്മിലുള്ള ആ പ്രാണബന്ധം അറ്റുപോകും. So soul tie is like a soda, a straw. It is like, when you drink what you call fizzy drinks or Coca-Cola or something, you put a straw and there is a straw and you draw everything out. So soul tie is like a straw between two human beings. ഈ പ്രാണബന്ധനം എന്ന് പറയുന്നത് നമ്മൾ ഈ ജ്യൂസ് ഒക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോ പോലെയാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള ഒരു സ്ട്രോയാണിത്. So I mentioned this yesterday. Another aspect is that the fact is that soul tie is God's idea. മാത്രമല്ല ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്, പ്രാണബന്ധനം എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു തിന്മയല്ല, ശരിക്കും അത് ദൈവം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. But when soul ties can become ungodly. എന്നാൽ ഈ പ്രാണബന്ധനം ദൈവഹിതമല്ലാത്ത തിന്മകൾ നിറഞ്ഞ പ്രാണബന്ധനമായി മാറാൻ സാധ്യതയുണ്ട്. So we will talk about when and how that happens. നമ്മൾ ഇനിയിപ്പോൾ അത് എങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കാം. So we have to understand soul ties are not formed overnight. ഈ പ്രാണബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടി നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. It's normally is developed because of ongoing relationships. ഇത് സാധാരണയായി സംഭവിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു കാര്യമാണ്. Many times it is because of ignorance. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത്. But there are some exceptions to the development of soul ties. എന്നാൽ ഈ പ്രാണബന്ധം ഇങ്ങനെ വളർന്നു വരുന്നതിന് ചില ഒഴിവുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. Mostly they develop over time, but there are some soul ties that develop overnight. സാധാരണയായിട്ട് ഈ പ്രാണബന്ധനം ഉണ്ടാകുന്നത് ഒരുപാട് നാളെടുത്താണ്, പക്ഷെ ചിലത് ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാകും. For example, if somebody is involved in a sexual relationship, soul ties are formed immediately. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നിമിഷത്തിൽ ആ പ്രാണബന്ധനം ആ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുകയാണ്. So it does not necessarily be like if somebody is involved in a sexual relationship, it doesn't have to be a night. It can be a daytime, but it is formed overnight means quickly. ഈ ഒറ്റ രാത്രി കൊണ്ടെന്നൊക്കെ പറയുന്നത് മനസ്സിലായല്ലോ. ചിലപ്പോൾ അത് പകലായിരിക്കാം, രാത്രിയിലായിരിക്കും. എപ്പോൾ സംഭവിക്കുന്നോ ആ സംഭവിക്കുമ്പോൾ പ്രാണബന്ധനം ഉണ്ടായിരിക്കും. Another one exception to it is that whenever there is organ transplant or blood transfusion. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും രക്തദാനം നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അവയവദാനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാണബന്ധനം ആ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകും. And lastly, if there is a traumatic incident, then soul ties are formed immediately. അവസാനമായിട്ട് ഈ മാനസിക ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഈ പ്രാണബന്ധനം ഉണ്ടാകും. Soul ties are normally developed when two people are in agreement. Suppose we both are in agreement of doing something together, a soul tie will be formed. സാധാരണയായിട്ട് ഈ പ്രാണബന്ധനം ഉണ്ടാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പൊരുത്തത്തിൽ നിന്നാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുമിച്ചാൽ, പൊരുത്തപ്പെട്ടാൽ ആ പൊരുത്തത്തിൽ നിന്ന്, ആ ഐക്യതയിൽ നിന്ന് പ്രാണബന്ധനം ഉണ്ടാകും. So that can be godly soul tie or ungodly soul tie. അതുകൊണ്ട് ഇത് ദൈവികമായ പ്രാണബന്ധനവും ഉണ്ടാകാം, ദൈവികമല്ലാത്തതും ഉണ്ടാകാം. So for example, Balaam and Balak. ഉദാഹരണത്തിന് ബാലാമും ബാലാക്കും. So Balaam was a godly man, he was able to hear God. ഈ ബാലാം എന്നുള്ള വ്യക്തി ദൈവമനുഷ്യനായിരുന്നു, അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുമായിരുന്നു. The story is in Numbers 22. നമുക്കത് കാണാൻ കഴിയുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലാണ്. We are not going to go into the story because I want to finish this session in an hour. ഞാൻ ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ആദ്യ മണിക്കൂറിൽ തന്നെ ഇതെനിക്ക് തീർക്കണം. So Balak was a Moabite. ഈ ബാലാം എന്ന വ്യക്തി ഒരു മോവാബ്യനായ വ്യക്തിയാണ്. He comes to Balaam. അദ്ദേഹം ബാലാമിലേക്ക് വരുന്നു. And he says, you have to come and curse the Israelites. എന്നിട്ട് ഈ ബാലാമിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നീ ഇസ്രായേൽ മക്കളെ ശപിക്കണം. But Balaam is a godly man.
പക്ഷെ ബാലാം ഒരു ദൈവ മനുഷ്യനാണ്, ഒരു ഭക്തനായ മനുഷ്യനാണ്. He can hear God. അദ്ദേഹത്തിന് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. What Balak did is he brought lots of gifts for Balaam and enticed him or manipulated his emotions and got him connected with him. എന്നാൽ ഈ ബാലാക്ക് ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരുപാട് സംഭാവനകളും ദാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ ബാലാമിന്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തെ മാനസികമായും വൈകാരികമായും സ്വാധീനിക്കാൻ ശ്രമിച്ചു. So up till that point of time, Balaam would hear God, but because he was so emotionally drawn into this, his hearing capacity to hear God dropped or his wisdoms dropped. അപ്പോൾ വരെ ദൈവശബ്ദം നന്നായി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബാലാം. പക്ഷേ ഈ ദാനങ്ങളൊക്കെ കണ്ട് ഈ വ്യക്തി ബാലാക്കുമായിട്ടൊരു വൈകാരിക അടുപ്പമുണ്ടായതിനു ശേഷം, സ്വാധീനിക്കപ്പെട്ടതിന് ശേഷം ദൈവശബ്ദം കേൾക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി, ആ കപ്പാസിറ്റി കുറഞ്ഞുപോയി. And so the demonic spirits and the emotional thinking that was in Balak started infiltrating Balaam, and he went to curse the Israelites. ഈ ബാലാക്കിൽ ഉണ്ടായിരുന്ന പൈശാചികത, അവൻ്റെ മേലുള്ള പൈശാചിക സ്വാധീനം ഈ ബാലാമിനെ സ്വാധീനിച്ചു. അങ്ങനെ ബാലാക്ക് പറഞ്ഞതനുസരിച്ച് ദൈവമനുഷ്യനായ ബാലാം ഇസ്രായേലിനെ ശപിക്കാനായിട്ട് പുറപ്പെട്ടു. You will find that there were many people in the Bible who were evil. നമുക്ക് വേദപുസ്തകത്തിൽ ശരിക്കും പൈശാചികമായ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. God does not mention any one of them. എന്നാൽ ദൈവം അവരുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. Only once or twice they mention and the story is finished and God is okay with it. 1-2 പ്രാവശ്യം ആ കഥയിൽ അവരുടെ പേരുകൾ പറയും. അങ്ങനെ ആ കഥ അവസാനിക്കും. കർത്താവിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. But as far as Balaam is concerned, you find him mentioned by God continuously even in the New Testament. എന്നാൽ ഈ ദുഷ്ടനായി തീർന്ന ഈ ബാലാമിനെ കുറിച്ച് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ പലയിടത്തും കർത്താവ് പറയുന്നുണ്ട്. In the book of Jude, in Revelation, everywhere God continues to mention Balaam by name. യൂദയുടെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ആ ബാലാം എന്ന പേര് എടുത്തു പറഞ്ഞ് കർത്താവ് പരാമർശിക്കും. God is warning, don't be like Balaam. എന്നിട്ട് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, ഈ ബാലാമിനെ പോലെ നിങ്ങൾ ആകരുത്. So how did Balaam get affected? Because he connected with somebody, he came into an agreement with somebody, and that opened up his life for demonic spirits and emotional influence and also ideas to come. നിങ്ങൾക്കറിയാമോ ഈ ദൈവമനുഷ്യനായ ബാലാം എന്താ ദുഷ്ടനായി തീർന്നതെന്ന്? ഈ പൈശാചികത നിറഞ്ഞ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട ബാലാക്കുമായിട്ട് വൈകാരികപരമായി താൻ ആ സ്വാധീനത്തിലും ബന്ധനത്തിലും ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണത്. Another example is Herod and Pilate. മറ്റൊന്ന് ഹേരോദാവും പീലാത്തോസുമാണ്. So it's not possible for both of them to be in the same town. ഈ രണ്ടുപേരും ഒരു പട്ടണത്തിൽ നിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. One is a governor appointed by the government, by the Roman Empire. The other is a semi-Jewish king. ഈ ഒരാള് എന്ന് പറയുന്നത് ഈ റോമൻ സാമ്രാജ്യം തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തിയ നിയമിച്ച ഗവർണറാണ്. എന്നാൽ അടുത്ത വ്യക്തി ഈ യഹൂദന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു രാജാവാണ്. So there is no way that both of them will be in the same town. But here we find, because they had one common target, they come into an agreement together. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധ്യതയില്ല രണ്ടുപേരും ഒരുമിച്ച് വരാൻ. പക്ഷേ രണ്ടുപേർക്കും ഒരു പൊതുവായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും വേദപുസ്തകത്തിൽ. So any time we come together with somebody else to do anything ungodly or evil, an ungodly soul ties formed. അപ്പോൾ ദൈവഹിതമല്ലാത്ത ദുഷ്ടതയുള്ള തിന്മ നിറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വ്യക്തികളായി നാം അടുത്തു വരുമ്പോൾ ആ വ്യക്തികൾ തമ്മിൽ ദൈവഹിതമില്ലാത്ത പ്രാണബന്ധനം ഉണ്ടാകും. Second one, we want to look at some godly examples. എന്നാൽ ദൈവഹിതമായ ദൈവികമായ പ്രാണബന്ധങ്ങളെ വേദപുസ്തകത്തിൽ ഉണ്ട്. നമുക്കത് നോക്കാം. 1 Samuel chapter 18. നമുക്ക് 1 ശമൂവേൽ 18-ാം അധ്യായം verse 1. 1-ാമത്തെ വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. Are you understanding? The same word that is used in Genesis
chapter 2, when God was talking about a man and woman becoming one flesh, same Hebrew word is used here, that Jonathan's heart knit with David's heart. ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ആദാമിനെയും ഹവ്വയെയും കുറിച്ച് പറയുന്ന ഭാഗമില്ലേ, അവർ തമ്മിൽ പറ്റിച്ചേർന്നു. അതേ വാക്കാണ്, എബ്രായ പദമാണ് ഇവിടെ ഈ യോനാഥാന്റെയും ദാവീദിന്റെയും കാര്യത്തിൽ ചേർത്തിരിക്കുന്നത്. So we find that, their hearts were knit together. നമ്മൾ കണ്ടില്ലേ, അവരുടെ മനസ്സുകൾ തമ്മിൽ പറ്റിച്ചേരുന്നു. Why do I call it a godly example? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ദൈവികമായ ഉദാഹരണം എന്ന് ഞാൻ പറയുന്നത്? Because you understand that Jonathan was a king's son, David was a poor shepherd boy. നിങ്ങൾക്കറിയാമോ, യോനാഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവിന്റെ മകനാണ്, പക്ഷെ ദാവീദോ ഒരു പാവപ്പെട്ട ഇടയനാണ്. Okay, that's one thing. Second thing is that Jonathan and Saul knew that God had already called David to become the next king. അതൊരു കാര്യം. പക്ഷെ മറ്റൊരു കാര്യം, ഈ യോനാഥാനും അറിയാം, അദ്ദേഹത്തിന്റെ പിതാവായ ശൗലിനും അറിയാം, ഈ ദാവീദിനെയാണ് ദൈവം അടുത്ത രാജാവായി കണ്ടിരിക്കുന്നത്. So effectively, Jonathan is looking at the future king. He himself should become the king, but he's looking at the future king, and he's happy to sacrifice his kingly position and fall in love with this man who is going to replace him. നോക്കിക്കേ, സത്യത്തിൽ യോനാഥാനാണ് രാജാവാകേണ്ടത്, പക്ഷേ ദാവീദ് രാജാവാകും എന്ന് അത് തിരിച്ചറിഞ്ഞിട്ടും യോനാഥാൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ആ രാജാവാകാനുള്ള ആഗ്രഹങ്ങളും ആശകളും എല്ലാം മാറ്റിവെച്ചിട്ട് ഈ ദാവീദുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാകുന്നു. Not only he comes into a relationship, but he actually gives him his belt, gives him his sword, gives him his robe, everything is given to him. മാത്രമാണോ, അദ്ദേഹത്തിന്റെ അരക്കച്ച, അദ്ദേഹത്തിന്റെ വാള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രം, ഇതെല്ലാം ദാവീദിന് കൊടുക്കുകയാണ് യോനാഥാൻ. I want to give you an example so you understand the implication of this. അപ്പോൾ ഇതിന്റെ ഒരു ഒരു പ്രാവർത്തികമായ ഒരു കാര്യം, എങ്ങനെയാണ് ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ഉദാഹരണം ഞാൻ പറയാം. For example, Pastor Ebenezer is a traffic police. ഉദാഹരണത്തിന് പാസ്റ്റർ എബനേസർ ഒരു ട്രാഫിക് പോലീസ് ആണെന്ന് വിചാരിക്കുക. He is stopping all the cars. അദ്ദേഹം ഇങ്ങനെ നിന്നുകൊണ്ട് കൈ കാണിക്കുമ്പോൾ എല്ലാ വാഹനങ്ങളെയും നിർത്തുകയാണ്. Now, the Prime Minister is my friend. അതായത് പാസ്റ്ററിന്റെ ഫ്രണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. So I go to meet him and then he says, okay, I will send my car to send you home. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പാസ്റ്റർ കാണാൻ പോയപ്പോഴത്തേക്ക് ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിൽ എൻ്റെ കാറിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. You know Prime Minister is from Ahmedabad, right? He's my friend. നിങ്ങൾക്കറിയാമോ, പാസ്റ്ററും പ്രൈം മിനിസ്റ്ററും നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു സിറ്റിയിൽ നിന്നുള്ളവരാണ്, അഹമ്മദാബാദിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് ഫ്രണ്ട് ആകാൻ സാധ്യതയുണ്ട്. So anyway, I sit in his car and I'm coming to the traffic point. അപ്പം ആ പ്രധാനമന്ത്രിയുടെ കാറിൽ പാസ്റ്റർ ഇരുന്നിട്ട് ഈ ട്രാഫിക് പോയിന്റിലേക്ക് വരികയാണെന്നിരിക്കട്ടെ. And Ebenezer is the traffic police. What do you think he will do? ഞാനാണ് ട്രാഫിക് പോലീസ്, ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നു? Do you think he will stop the car because I am sitting in the car, or because it's a Prime Minister's car he will let it go? അപ്പം ഈ പാസ്റ്റർ ആ വണ്ടിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വണ്ടി നിർത്തുമോ, അതോ പ്രധാനമന്ത്രിയുടെ വണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ നിർത്താതെ ബാക്കിയുള്ള വണ്ടികളെല്ലാം നിർത്തിയിട്ട് അതിനെ പോകാൻ അനുവദിക്കും? Are you understanding? That is the impact of Jonathan giving David everything. അപ്പോൾ ഈ യോനാഥാന്റെ എല്ലാ കാര്യങ്ങളും ദാവീദിന് കൊടുക്കുന്നത് ഇതുപോലെയാണ്. So when Ebenezer sees the Prime Minister's car, he will stand and salute, not knowing that I am the one sitting inside. He will salute and stop all the traffic and let it go. Why? Because I am in the Prime Minister's car. അപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ കാർ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അകത്തിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കാൻ പോയില്ല. കാറ് കണ്ടപ്പോൾ തന്നെ ട്രാഫിക് പോലീസായ ഞാൻ ബാക്കി എല്ലാ വണ്ടികളെ നിർത്തിയിട്ട് ഇത് പോകാൻ അനുവദിച്ചു. പിന്നെ പാസ്റ്ററിനെ കണ്ടേ. Are you understanding? It the same way, Jonathan gives everything, which means now people will start acknowledging David as somebody very important. He's a VVIP as far as people are concerned. യോനാഥാൻ, രാജകുമാരനായ യോനാഥാൻ തൻ്റെതെല്ലാം ദാവീദിന് കൊടുത്തു. ഇപ്പോൾ അത് കൈവശമുള്ള ദാവീദ് ഒരു VVIPയുടെ ഒരു
ഒരു എന്താണ്, ഒരു പ്രൊസിഷനാണ്. ആര് കണ്ടാലും അദ്ദേഹത്തെ ബഹുമാനിക്കും. That is why it's a godly relationship. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത് ദൈവഹിതമുള്ള പ്രാണബന്ധം എന്ന് വിളിക്കുന്നത്. Because normally what Jonathan would do, if I was Jonathan, I will try to kill David because he's going to replace me and take away my kingdom. സത്യത്തിൽ ഞാനായിരുന്നു യോനാഥാൻ എങ്കിൽ എൻ്റെ സ്ഥാനത്തെ തട്ടിയെടുക്കാൻ വരുന്ന ദാവീദിനെ കാണുമ്പോൾ എൻ്റെ അകത്ത് അദ്ദേഹത്തോട് ദേഷ്യമുണ്ടാകും, അവനെ കൊന്നുകളയാൻ ഞാൻ ശ്രമിക്കും. Are you understanding? മനസ്സിലാവുന്നുണ്ടോ? But David is not, Jonathan is not like that. He knows what God wants to do and he repositions his life to allow him to be like that. He's an example of what Jesus did for you and me. എന്നാൽ യോനാഥാൻ അങ്ങനെയുള്ള വ്യക്തിയായിരുന്നില്ല. അവർ നന്നായിട്ട് അറിയാം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് താനൊന്ന് മാറി നിന്നു, തൻ്റെ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തി, എന്നിട്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇത് ദൈവഹിതമുള്ള പ്രാണബന്ധം എന്ന് വിളിക്കുന്നത്. And it is an example of what Jesus did for you and me. ഇത് തന്നെയാണ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തത്. അതിന്റെ ഉദാഹരണമാണ് യോനാഥാനും ദാവീദും. Hallelujah. ഹല്ലേലൂയ. Another example of godly solta is the relationship between Ruth and Naomi. മറ്റൊരു ദൈവഹിതമുള്ള പ്രാണബന്ധത്തിന്റെ ഉദാഹരണം എന്നുള്ളത് രൂത്തും നവോമിയും തമ്മിലുള്ള ബന്ധമാണ്. Because Naomi was a Moabite, and Naomi was a Jewish lady, and Ruth was a Moabite. But she said, from this day your God will be my God, and I'm not leaving you because you have lost everything. I'm following you and I'm knit with you. ഈ നവോമി ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു, പക്ഷെ റൂത്ത് ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നു. പക്ഷേ ഈ റൂത്ത് നവോമി നോക്കിയിട്ട് പറയാണ്, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഇനി നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് വന്ന് ആ നവോമിയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കാണാൻ കഴിയും. So that is a godly pattern. അത് ഒരു ദൈവഹിതമുള്ള ഒരു രീതിയാണ്. I want to show you some cases where even though there are godly men who come together, but there can be an ungodly soul tie. ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കട്ടെ. ഭക്തന്മാരായ ദൈവമനുഷ്യരായ ആളുകളായിരിക്കാം, പക്ഷെ അവർ തമ്മിൽ വരുമ്പോൾ ദൈവഹിതമല്ലാത്ത പ്രാണബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകും. അതിനെ കുറിച്ചൊരു ഉദാഹരണം നോക്കാം. Say for example, Peter is considered to be the pillar of the church. ഉദാഹരണത്തിന് പത്രോസ് എന്ന് പറയുന്ന വ്യക്തി സഭയുടെ തൂണായി നിൽക്കേണ്ട വ്യക്തിയാണ്. In Jerusalem. യെരുശലേമിലെ സഭയുടെ തൂണായി. But outside Jerusalem, Paul is the pillar. എന്നാൽ യെരുശലേമിന്റെ വെളിയിലോ അവിടെയുള്ള സഭയിൽ പൗലോസാണ് തൂണായി നിൽക്കുന്നത്. So when God started moving in Antioch, Peter comes from Jerusalem to visit Antioch. അപ്പോൾ ദൈവം അന്ത്യോക്യ സഭയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പത്രോസ് യെരുശലേമിൽ നിന്ന് അന്ത്യോക്യ സഭയിലേക്ക് വരികയാണ്. അവിടുത്തെ ദൈവിക ചലനം കാണാൻ. And he is amazed at what God is doing. എന്നിട്ട് അവിടുത്തെ ദൈവപ്രവൃത്തികളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഉത്സാഹമുള്ളവനായി തീർന്നു. He was very, very happy. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. Then all the Gentiles got together and they said, let us have a meal together, let us sit and talk together. എന്നിട്ട് അവിടുത്തെ ജാതികളെല്ലാം ഒരുമിച്ച് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. Peter was happy to sit with them and talk with them and eat with them. പത്രോസിന് ഭയങ്കര സന്തോഷം, അവരുടെ കൂടെ ഇരുന്നു, അവരോട് സംസാരിച്ചു, ഭക്ഷണവും കഴിച്ചു. After a while, കുറച്ച് കഴിഞ്ഞപ്പോൾ some people came from Jerusalem. യെരുശലേമിൽ നിന്ന് കുറെ ആളുകൾ ഇവിടെ വന്നു. And they were the team who were very strict at following the rules. അവര് ഈ നിയമങ്ങളൊക്കെ വളരെ പാലിക്കണമെന്ന് കാർക്കശ്യമുള്ള ആളുകളായിരുന്നു. They would come and ask, are you circumcised? Have you got a beard? Have you not got a beard? Do you wear white? You wear brown? What do you wear? They were very strict as far as rule is concerned. അവരാദ്യം ഒരുത്തനെ കണ്ടാൽ വേറൊന്നും പേരും നാടൊന്നും ചോദിക്കത്തില്ല. നീ പരിച്ഛേദന ഏറ്റ ആളാണോ, നീ മീശ വടിക്കുന്നുണ്ട്, മീശ വടിച്ച ആളാണോ, താടി മീശ വെള്ള, ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. Are you understanding? They are very strict as far as following the rules, because they will bring out the Old Testament rules and say you have to follow this. പ്രമാണം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പഴയ നിയമപ്രമാണങ്ങളെ പുതിയ നിയമവിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പാലിക്കുന്ന വ്യക്തികളാണ്. Up till that point of time, Peter was happy to sit with the Gentiles and have food. നിങ്ങൾക്കറിയാമോ, അതുവരെ പത്രോസിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ജാതികളുടെ കൂടെ ഇരിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ.
But as far as the Old Testament Jewish law, you should not sit and eat with a Gentile. നിങ്ങൾക്കറിയാം, പഴയ നിയമ പ്രമാണം അനുസരിച്ച് ഒരു യഹൂദൻ ജാതികളോട് കൂടെ ഇരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. അതാണ് പ്രമാണം. So that is what the Jewish rabbis taught. അതാണ് അന്നത്തെ യഹൂദ റബ്ബിമാര് പഠിപ്പിച്ചിരുന്നത്. As soon as these Judaizers came into that place, Peter slowly started withdrawing from the Gentiles and he said, I cannot sit and eat with you, I have to eat separately. ഈ യഹൂദ മതക്കാർ അവിടെ വന്നപ്പോഴത്തേക്ക് പത്രോസിന്റെ ആ തനി നിറം അങ്ങ് മാറി. പുള്ളിക്കാരൻ അവരുടെ കൂടെ ഇരിക്കത്തില്ല, കഴിക്കത്തില്ല, മാറിയിരിക്കുകയാണ്. So these are not Jewish people, these are Jewish people but Christian Jewish. So Messianic Jews, they are not people who follow the temple rules, but they are Messianic Jews. ഈ യഹൂദ മതക്കാർ എന്ന് പറഞ്ഞവർ അത് യഹൂദ മതാനുസാരികളാണ്. അവർ മതക്കാരല്ല, അവർ രക്ഷിക്കപ്പെട്ടവരാണ്, ക്രിസ്ത്യാനികളായവരാണ്. പക്ഷെ യഹൂദ കീഴ്വഴക്കങ്ങൾ ഇന്നും പാലിക്കുന്ന യഹൂദ മതാനുസാരികളാണ്. What they did is they created fear in Peter's heart. Peter is the pillar of the church, but these people, when they came with the rules and regulations, it created fear in their heart. ഈ ആളുകൾ വന്നപ്പോൾ തന്നെ അവരെന്താ ചെയ്തത്? ഈ പത്രോസിന്റെ ഹൃദയത്തിൽ ഭയമുളവാക്കി. കാരണം പത്രോസ് ആ സഭയുടെ നെടുന്തൂണാണെങ്കിലും ഇവരുടെ ഈ പ്രമാണത്തോടുള്ള അവരുടെ ആ വൈരാഗ്യം, അവരുടെ ആ കാർക്കശ്യമൊക്കെയും ഈ പത്രോസിന്റെ അകത്ത് ഭയമുണ്ടാക്കി. And so he started withdrawing because he realized that he was breaking these rules. അതുകൊണ്ട് തന്നെ പത്രോസ് ഇവരെ കണ്ടപ്പോഴത്തേക്കൊന്ന് ഉൾവലിഞ്ഞു, ഒന്ന് മാറി നിൽക്കാൻ, വ്യത്യസ്തമായി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് ഈ പ്രമാണങ്ങളെ പേടിയാണ്. Paul recognized this behavior. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണ് പൗലോസ്. In Galatians chapter 2 verses 11 to 13, he says, I rebuked Peter for his behavior, which had changed as soon as these Judaizers came. ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ശാസിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. Are you understanding? So ungodly soul ties can be formed whenever there is control, manipulation or fear created in a relationship. അപ്പോൾ ഒരു ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ, കൺട്രോൾ, അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കുന്ന, അത് കാരണമായി സ്വാധീനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഭയമുണ്ടാകും. ആ ബന്ധം ദൈവഹിതമില്ലാത്ത പ്രാണബന്ധനമായി മാറും. All right. So another example for it is that is the marriage relationship between Ahab and Jezebel. അടുത്ത ഉദാഹരണമാണ് ആഹാബും ഇസബേലും തമ്മിലുള്ള വിവാഹബന്ധം. Ahab was an evil king. ഈ ആഹാബ് ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. He was evil. അവൻ ദുഷ്ടനാണ്. But as soon as he got married to Jezebel, the level of wickedness that was operating in him increased. എന്നാൽ ഇസബേലിനെ വിവാഹം കഴിച്ചതിന് ശേഷം, നേരത്തെ ദുഷ്ടനാണ്, പക്ഷേ ആ ദുഷ്ടതയുടെ അളവ് ഒരുപാട് അങ്ങ് വർദ്ധിച്ചു. Because Jezebel was a wicked queen or a wicked lady and she was involved very heavily in Baal worship. ഈ ഇസബേൽ എന്ന സ്ത്രീ ദുഷ്ടയായ സ്ത്രീയാണ്. മാത്രമല്ല ബാലിനെ ആരാധിക്കുന്ന ആരാധനയിൽ വളരെ മുഴുകിയിരുന്ന ഒരു വ്യക്തിയാണ്. You know, we can look at 1 King chapter 16 verses 30 to 32. ഈ 1 രാജാക്കന്മാർ 16-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബോത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. Are you understanding? He did evil, but the moment he married her, he started worshipping Baal. അവൻ നേരത്തെ തന്നെ ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇസബേലിനെ വിവാഹം ചെയ്തതിനു ശേഷം ബാലിനെ ചെന്ന് ആരാധിക്കാൻ തുടങ്ങി. Then next verse. താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. Up till that point of time, he had not built an altar to Baal. Now he built an altar to Baal. ശ്രദ്ധിച്ചേ, അതുവരെയും ഈ ബാലിന് യാഗപീഠം ഒന്നും പണിതിട്ടില്ല. പക്ഷെ ഇപ്പോഴോ അവൻ ബാലിന് യാഗപീഠം പണിയുന്ന നിലയിലായി. Then next verse 33.
ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധിക ദോഷം പ്രവർത്തിച്ചു. Are you understanding? So his level of wickedness went up as soon as he got married. Why? Because demonic spirits that were there in Jezebel now started influencing Ahab. ഈ വിവാഹത്തിന് ശേഷം ഈ ആഹാബിൽ ഉണ്ടായിരുന്ന ദുഷ്ടത അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? ഇസബേൽ എന്ന വിഗ്രഹാരാധിയായ ദുഷ്ടയായ ആ സ്ത്രീ വിവാഹം കഴിച്ചപ്പോൾ അവളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ, ദുഷ്ടതകൾ ഇദ്ദേഹത്തിലേക്ക് വരാൻ തുടങ്ങി. That is why the scripture is very clear. Evil company corrupts good habits. 1 Corinthians 15:33. No need to read it. 1 Corinthians 15:33. It says, evil company corrupts good habits. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് തെറ്റായ കൂട്ടുകെട്ട് നമ്മെ തെറ്റായ വഴിയിലേക്ക്, ദുഷ്ടതയിലേക്ക് നയിക്കുമെന്നാണ്. So, in 2 Corinthians 6:14, it says, do not be unequally yoked with unbelievers. അടുത്തത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. So it is not only about getting married, but you have to also be careful of what kind of agreements that you are entering into. ഇത് വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നാം എഗ്രിമെന്റ്, മറ്റു കരാറുകളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ബന്ധത്തിൽ വരിക, അതിനെക്കുറിച്ചുമാണ് ഇത് പറയുന്നത്. So, my experience has been God has to intervene and change our partner or spouse. We can't change them. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേട്ട ഉടനെ പോയിട്ട് എൻ്റെ കല്യാണം ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഭാര്യയെ ഭർത്താവിനെ ഉപേക്ഷിക്കാനല്ല, ദൈവം അതിൻ്റെ അകത്ത് ഇടപെട്ട് അവരെ ചേഞ്ച് ചെയ്യാനായിട്ട് അനുവദിക്കുക എന്നുള്ളത്. Yeah. No, what I'm generally saying is that in my experience, there are some people who fall in love with somebody and they say, I will marry them, though I know that they have a little alcohol problem or drug problem. I will change them with my love. ചിലരുണ്ട്, അവർ പ്രേമിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഇച്ചിരി കുടിയും വലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എന്ന് അവർ പറയും. I can tell you, I've been on this scene for over 30 years. It doesn't happen like that. 30 വർഷത്തെ അനുഭവത്തിൽ എന്ന് പറയാം, അതൊന്നും നടക്കത്തില്ല. God has to change them, but chances of you being able to change them is very little. ദൈവം അവരെ മാറ്റുമായിരിക്കാം, പക്ഷെ നിങ്ങൾ വിവാഹത്തിലൂടെ മാറ്റാം എന്ന് ശ്രമിക്കുന്നത് ബുദ്ധിമോശമാണ്.